അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നോക്കൂ, ഈ പറഞ്ഞ അർത്ഥത്തിൽ അൻവർ പറഞ്ഞു തുടങ്ങിയിടത്തല്ല കാര്യങ്ങൾ. അൻവർ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ അത് വെറുതെ അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളോട്, പേഴ്സണലായിട്ട് പ്രശ്നമുള്ള ആളുകളോടൊക്കെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ കളം ഒരുക്കി. അവിടെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെയാണ് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലുള്ള ഈ പോരാട്ടം മുന്നോട്ട് വരുന്നത്. അവിടെയാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അൻവറെ ചേർക്കാൻ UDF നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അൻവർ അവർക്കൊപ്പമില്ല. PM നിയാസ് ഉൾപ്പെടെ ഇപ്പോഴും പിണറായിക്കെതിരെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, പിണറായി സർക്കാരിനെതിരെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി എം സ്വരാജിനെ വ്യക്തിപരമായി എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് തൊടാൻ നോക്കുക എന്നുള്ളത്, തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിൻ്റെ പരാജയം എടുത്തുകൊണ്ടൊന്ന് കാണിക്കാൻ നോക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഇനി നേരിടുമ്പോൾ തികച്ചും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഷ തന്നെ മതിയാകുമോ? നോക്കൂ, ഈ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ശ്രീ PM നിയാസ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു മറുപടി വളരെ അത്യാവശ്യമാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചാണ്. എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുമ്പോൾ അത് ഈ നൂറ്റാണ്ടിലെ തമാശ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയ നിലപാടും എന്ന് പറയുന്നത് പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകളാണെന്നുള്ളത് ശ്രീ PM നിയാസ് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാനിപ്പിക്കാം. ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്ക പ്രശ്നം കോടതി വിധിയിലൂടെ അവിടെ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് അതുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ ഇനി താഴെത്തട്ടിലെ പാർട്ടി അംഗം വരെയുള്ള ആളുകൾക്ക് അക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെ കേൾക്കുന്ന ആളുകൾക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കോ ആങ്കർക്കോ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഹൈക്കമാൻഡ് ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ആ നിലപാട് സ്വീകരിച്ച് ആ തീരുമാനത്തിൻ്റെ അച്ചടിച്ച മഷി ഉണങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വെള്ളിക്കല്ലുമായി പോയി. അത് കഴിഞ്ഞ് കമൽനാഥ് പോയി, ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പോയി. സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ നിലപാട് എവിടെയാണ് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്നുള്ളതിന് കൃത്യമായ മറുപടി ശ്രീ PM നിയാസ് നൽകാൻ തയ്യാറാകണം. അത് ഒറ്റ കാര്യം, ഞാനിതിപ്പം ഒരു ഉദാഹരണം മധ്യേ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റ് എത്ര തവണയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാര മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് തലശ്ശേരിയിലെ RSS ശാഖകൾക്ക് ഞാൻ ഇടപെട്ട് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ പാർട്ടിയിലായിരുന്നില്ലേ നിങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചത്? സമീപഭാവിയിലല്ലേ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്? എനിക്ക് BJPയിലേക്ക് പോകാൻ ആരുടെയും ഔദാര്യം വേണ്ട, ഐ വിൽ ഗോ വിത്ത് BJP. ഈ സെൻറ്റൻസ് പറഞ്ഞതാരാണ്? KPCCയുടെ പ്രസിഡന്റ് അല്ലേ? ഇത്തരം വാദഗതികൾ ഉയർത്തിയ ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇത്രയും കാലം KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് അവരോധിച്ചത്? എനിക്ക് കൃത്യമായ മറുപടി വേണം മിസ്റ്റർ PM നിയാസ്. നിങ്ങൾ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഊറ്റം കൊണ്ടതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വർഗീയതയുമായി കൂട്ടുകെട്ടിയ കറുത്ത പൊട്ടെന്ന് പറയുന്നത് വടകര ബേപ്പൂർ മോഡലാണ്. അതിന് നേതൃത്വം വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമാണ്. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇല്ലാ കഥകൾ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ 5 വർഷക്കാലം കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായിരുന്ന, ഒരുപക്ഷെ ഒരു ഫുട്ബോൾ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ തന്നെ പിന്നീട് നിയമസഭയ്ക്കകത്ത് AN ഷംസീർ അദ്ദേഹം സ്പീക്കറാകുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രസംഗമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മികച്ച പോരാളിയെ, ഞങ്ങളുടെ മെസ്സിയെ നിങ്ങൾ തൃപ്പൂണിത്തറയിൽ ചവിട്ടി വീഴ്ത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ RSSുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച മൂല്യവത്തമായ നിലപാട് അത് ഉറക്കെ പറഞ്ഞതുകൊണ്ട് ആ രാഷ്ട്രീയ വഞ്ചനാത്മകമായ കൂട്ടുകെട്ടുണ്ടാക്കി നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തൃപ്പൂണിത്തറയിൽ കേവലം 900 സംതിങ് വോട്ടിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എക്കാലവും ഇത്തരത്തിലുള്ള ചതിയുടെ രാഷ്ട്രീയം മാത്രമേ നിങ്ങൾക്കറിയാവൂ PM നിയാസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പ്രസ്ഥാനവും ഇത് തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം PV അൻവറിനെപ്പോൾ PV ഞങ്ങൾ സമ്മതിക്കുന്നു, കഴിഞ്ഞ 9 വർഷക്കാലവും കേരളത്തിലെ നിയമസഭയിൽ നിലമ്പൂരിൽ നിന്നുള്ള പ്രതിനിധിയായി
PV അൻവറെ നിയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത് PV അൻവറിൻ്റെ രാഷ്ട്രീയ വഞ്ചന കൂടിയാണ്. PV അൻവർ യാതൊരുവിധ കാരണവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഈ പാർട്ടി നിന്നുകൊടുക്കില്ല, ഈ ഭരണകൂടം നിന്നുകൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം കളം വിട്ട് ചാടിയതും ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് കളമൊരുക്കിയതും. എന്നിട്ട് എന്തായി? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപാദിച്ചതുപോലെ കറിവേപ്പില പോലെ പുറത്ത് കിടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പുറത്തുപോയ കറിവേപ്പിലയ്ക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ശക്തി ഉണ്ടെന്ന്. ആ ശക്തി അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ അതിൻ്റെ ശക്തിയിലേക്കും കരുത്തിൻ്റെയും കാര്യത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞാൽ PV അൻവറിനെ ഞങ്ങൾ തിരിച്ചുൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളത്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ വാക്ക് മാത്രമാണോ? അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയണ്ടേ? ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ രാഷ്ട്രീയമായി വല്ലാത്ത നിലയിൽ ഒരു വളരെ അപകടകരമായ ചുഴിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല, നിങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടില്ല, നിങ്ങൾക്ക് സംഘടിതമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ തീരുമാനിക്കാനോ കഴിയുന്ന ഒരു ഫോറമില്ല. അത്തരത്തിലുള്ള വെറും മൂല്യച്യുതിയിൽ അകപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നു നിന്നുകൊണ്ട് എന്തും ഏതും വ്യക്തിപരമായി അധിക്ഷേപം നടത്തുക എന്നത് മാത്രമായി കോൺഗ്രസിൻ്റെ ഏതാനും ചില നേതാക്കളുടെ പ്രവർത്തന മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഇത് നിങ്ങളെ കൂടുതൽ താഴേറ്റ് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഓളമുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. നിലമ്പൂരിലുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഓളം കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി നിലമ്പൂരിൽ ആഞ്ഞു വീശാൻ വേണ്ടി പോവുകയാണ്. നിലമ്പൂരിലെ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ആളുകൾ, ഗസയിലെയും അതുപോലെ തന്നെ ഏത് വിഷയമെടുത്താലും പാലസ്തീൻ വിഷയത്തിലുമൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ എടുത്തിട്ടുള്ള M സ്വരാജ് എടുത്തിട്ടുള്ള നിലപാടുകൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ M സ്വരാജിനുണ്ടാകാൻ പോകുന്ന വിജയം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ ഇതിനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് വേണ്ടി ഇല്ലാവചനങ്ങൾ നെയ്തെടുത്തുകൊണ്ട് കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക.